ഒരു തൊട്ട ഈ വീടും ആയിരത്തിലും പോലുള്ള അതുപോലെ എന്നിട്ടും പോണല്ലോ. എന്തായിരുന്നു അസുഖം? 27 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാ. എന്നാലും കുഴപ്പമില്ല. 27 വർഷം മുമ്പ് കിടപ്പല്ലായിരുന്നു. അപ്പം സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേ കുഴപ്പമൊന്നുമില്ല. ടീച്ചറായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലും എല്ലാം പോയി, കുഴപ്പമില്ല. അത് കിടക്കാൻ ബെഡിന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് വല്ലാതായി. 87. നേരെ സ്ട്രോക്ക് വന്നിട്ട് അത്രയും കാര്യം ജീവിച്ചു. പുള്ളിക്ക് നല്ല വിൽ പവറായിരുന്നു. പൊടിമാമ്പടി ചേട്ടത്തി ഉണ്ട് ഇപ്പോഴും. ഉണ്ട്. മൂത്ത ചേട്ടത്തി മദ്രാസിലായിരുന്നു. പുള്ളിക്കാരത്തി മരിച്ചു. അവരുടെ മോനായിപ്പോ ഇവിടെ വീട് വെക്കുന്നതാണ്. സുജയുടെ മദറും ഉണ്ട്. ആങ്ങളെയുണ്ട്. ആങ്ങളെ ഗൾഫിലായിരുന്നു. അവരും ജോലി കളഞ്ഞ് അവരിഞ്ഞ് പോയിരുന്നു. ഇവിടെ ഭോപ്പാലിൽ സ്ഥലം വാങ്ങിച്ച് വീടും എല്ലാം ഭോപ്പാലിൽ തന്നെ കഴിച്ചു. ഭോപ്പാലിൽ തന്നെ. ഇന്നലെ എന്നെ വല്ലപ്പോഴും കാണിക്കും. എന്നിട്ട് ഞാൻ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടിലോട്ട് വരുന്നു, നീ ഇങ്ങോട്ട് പോ. സുജയുടെ മോളെ കല്യാണത്തിൽ പോയിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി, ശനിയാഴ്ച അവിടെ, തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞ് ചൊവ്വാഴ്ച പോയി. അത്ര ചെറിയ വിസിറ്റ് ആയിരുന്നു. ആ മോളെ തെറ്റായി പഠിത്തമൊക്കെ? ഇപ്പം കല്യാണം കഴിച്ച മോളെ സുജയുടെ മോള് പിന്നെ ജോലിയാ. അവള് ഗവൺമെൻറ് സർവീസ് ആണോ? അല്ല, പ്രൈവറ്റിലായി. പ്രൈവറ്റിലാണ്. നല്ല ജോലി. അവനും എഞ്ചിനീയർ തന്നെയാണ്. പിന്നെ അയ്യോ അന്മാമ്മയുടെ ഊരങ്ങ കൊച്ചിന്റെ അവളെന്തൊക്കെയാ കാണിക്കുന്നത്. അതിന് ഞാൻ പറയാം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് അവളെന്തോ കാണിക്കുന്നൊന്നും അറിയണ്ടേ. കൊച്ചുമക്കളോടുള്ള താല്പര്യം അങ്ങനാണ്. മക്കളെക്കാളുള്ള താല്പര്യം കൊച്ചുമക്കളോടാന്ന് പറയും. അല്ല, അവരുടെ വിചാരം കരഞ്ഞ ഉടനെ വിശക്കുന്നതിന് എപ്പോഴും കരയുന്നതായി പിള്ളേരുടെ ചെറുപ്പത്തിലെ വിചാരമേ. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ എപ്പ കരഞ്ഞാലും അവള് ബോട്ടിൽ കൊണ്ട് റെഡിയാ. അത് ഞാൻ പറഞ്ഞു ഇച്ചിരി കരഞ്ഞിട്ട് മോനോടൊന്നും തിരിച്ചു. നല്ല ഉറപ്പായിരുന്നില്ലേ? അത് എന്നെ ചൂടല്ലേ. ഇത് ജോളിച്ചാൻ്റെ മോനെ, ജോളിച്ചാൻ്റെ എൻ്റെ ചേട്ടൻ്റെ മോനെ. മോനെ കണ്ടിട്ടില്ലേ? ഒരു മോനെ ഉള്ള മല്ലപ്പള്ളിയിലെങ്ങാണ്ട് പോയി. എൻ്റെ ചേട്ടത്തിയുടെ മോന് ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു. ഇവിടില്ല, രാഹുലപ്പടി അല്ല അവിടെ. അപ്പൊ അവിടെ പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അതാ സുജയുടെ ആങ്ങള തന്നെയാണോ അതോ വേറെ? അത് ആങ്ങളയുടെ മോളാണോ സുജ? സുജ എൻ്റെ ചേട്ടത്തിൽ വേറൊരു ചേട്ടത്തിയുടെ മോള്. അവള് ഭോപ്പാലിലാണ്. ചേട്ടത്തിയും പേർഷ്യയിലായിരുന്നു, ചേട്ടത്തിന് മോനും പേർഷ്യയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഉണ്ട്, ഭോപ്പാലിലുണ്ട്. ഓക്കെ. സജി മുഴുവൻ നരച്ചു. അതെന്നെ നരച്ച. ഇന്നലെ ഞാൻ വീട്ടിൽ വന്ന ഒരാൾ മുടി വെട്ടി, അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി കറുപ്പ് പോലും അടിക്കാൻ പറ്റിയില്ലേ. രാത്രിയിൽ ആ വയൽ വന്ന് വെട്ടിയത്. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കയറിയില്ല. അപ്പം അതുകൊണ്ട് പറ്റിപ്പോയതാ. അതെ, എനിക്കും ഷുഗറാണ്. എന്നാ ചെയ്യാനാ? പിന്നെ ഉണ്ട്. ഇവക്ക് മാത്രമേ ഉള്ളൂ. ഞാന് ഒരു 10 വർഷമായി പഞ്ചസാര ഉപയോഗിച്ചു. കട്ടൻ കാപ്പി കുടിക്കുന്നു. പക്ഷെ ഒരു തവണ കട്ടൻ കാപ്പി കുടിച്ച് ടേസ്റ്റ് കുടിച്ചാൽ പിന്നെ അത് എനിക്ക് കുടിക്കുന്നത് ഇഷ്ടമല്ല. പായസം കുടിക്കുന്ന പോലെ ഇരിക്കില്ല. എനിക്കിപ്പം മധുരക്കാപ്പി പായസം പോലെ തോന്നുന്നു. 10 വർഷമായി ഉപയോഗിച്ചു.
നന്നായിട്ട് ഉറങ്ങിയോ? രാത്രി ഉറങ്ങാൻ പറ്റുമോ? ഈ പകൽ ഉറങ്ങിയാലും കുഴപ്പമില്ല. ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. അത് ഇങ്ങനെ എന്നോട് മോളാ മേഴ്സ് മോള് ചോദിച്ചു, അമ്മ പകൽ ഉറങ്ങിയാൽ രാത്രി ഉറങ്ങും. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. അമ്മാമ വിളിച്ചിരുന്നോ? അങ്ങോട്ട് വിളിച്ചു. വിളിച്ചായിരുന്നു. മോള് വീണെന്നറിഞ്ഞേ അതിന്റെ വിവരം അറിയാനായിട്ട് ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നു.